സേട്ട് ഗിരിധരലാലുടെ പിശുക്ക് നാട്ടിൽ മൊത്തം പാട്ടായിരുന്നു. രാധേ, ഇന്ന് നീ അരമണിക്കൂർ ലേറ്റായാണ് വന്നത്. 10 മണിക്കൂറുള്ള ജോലിക്ക് 100 രൂപ ശമ്പളം. അരമണിക്കൂർ നീ ലേറ്റായി വന്നു. അതുകൊണ്ട് ഇന്ന് നിനക്ക് കൂലി 99 രൂപയാ. ശരി, ഞാൻ കണക്കിൽ പുലിയാണ്. നാളെ സമയത്തിന് വന്നണം, കേട്ടല്ലോ? ശരി സാറേ. സേട്ടു ഗിരിധരലാൽ മറ്റുള്ളവരോട് മാത്രമല്ല തന്റെ കുടുംബക്കാരോട് പോലും ഇങ്ങനെ പിശുക്ക് തന്നെ കാണിക്കും. ഇത്തവണ 2 ചാക്കാരി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആ കടക്കാരന് പൈസ കൊടുത്തേക്ക്. അയ്യോ ദൈവമേ, 2 ചാക്ക് അരിയോ? അത്രയും അരി വെച്ച് നമ്മൾ എന്ത് ചെയ്യാനാണ്? അയ്യോ, എന്റെ 2 അനിയന്മാർ ഈ മാസം വരുന്നുണ്ട്. അവർ ചെറുപ്പക്കാരാ, നന്നായി ഭക്ഷണം കഴിക്കും. ഇത് നല്ല കൂത്ത്. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ഇങ്ങനെ പണമൊക്കെ കൂട്ടി വെക്കുന്നു, അത് നീ കൊള്ളയടിക്കുന്നു. നിന്റെ 2 അനിയന്മാരും വന്ന് ഇവിടെ എന്ത് ചെയ്യാനാണ്? അത് കോളേജിൽ അവധിയാണെന്ന്. ഒരുപാട് വർഷമായി എന്നെ കണ്ടിട്ട്, അതുകൊണ്ട് ഞാനാണ് അവരെ വിളിച്ചത്. അയ്യോ, നിനക്ക് ബുദ്ധി എന്നൊരു സാധനമില്ലേ? നിന്നെ അവർക്ക് കാണണമെങ്കിൽ നീ തന്നെ അവരുടെ വീട്ടിലേക്ക് പോ. ഞാനങ്ങനെ ചിന്തിച്ചേയില്ല. അയ്യോ, കുറച്ച് ചിന്തയ്ക്ക്. നീ നിന്റെ അമ്മയുടെ വീട്ടിലേക്ക് പോയാൽ അവിടെ നിന്റെ അനുജന്മാർ കാണും. ചേച്ചി, അനിയത്തി, അമ്മ എല്ലാവരും ഉണ്ടാവും. അതെ, ഒരുപാട് വർഷമായി ഞാൻ എന്റെ വീട്ടിൽ പോയിട്ട്. എന്തിനാ ചിന്തിക്കുന്നത്? വേഗം പൊക്കോ. നാളെ തന്നെ നിനക്ക് ഞാൻ ടിക്കറ്റ് എടുത്തു തരാം. ശരി. അങ്ങനെ ഗിരിധരലാൽ 1 ചാക്ക് അരിയുടെ പൈസ മിച്ചപ്പെടുത്തിയത് കൊണ്ട് ഒരുപാട് സന്തോഷിച്ചു. പാവം അദ്ദേഹത്തിന് തന്റെ ഭാര്യ അവരുടെ വീട്ടിൽ പോകുന്നത് കൊണ്ട് എത്ര നഷ്ടം വരുന്നു എന്നേ അറിയില്ല. വൈകുന്നേരമായപ്പോൾ രേണുക ഒരുപാട് ഷോപ്പിംഗ് ചെയ്ത് വീട്ടിലേക്ക് വന്നു. അയ്യോ ദൈവമേ, ഇതൊക്കെ എന്താ? ഷോപ്പിംഗ്? വേറെന്താ? ഇത്രയും ഷോപ്പിങ്ങോ? അതെ, ഞാൻ എന്റെ വീട്ടിൽ പോകുമ്പോ എങ്ങനെ വെറും കൈയോടെ പോകും? നിങ്ങളുടെ മര്യാദ ഞാൻ നോക്കണ്ടേ? അല്ലെങ്കിൽ എന്റെ വീട്ടുകാർ രേണുകയുടെ ഭർത്താവ് പിശുക്കനാണെന്ന് പറയും. നോക്ക്, ഒന്നും അയച്ചിട്ടില്ലെന്ന് പറയും. എന്നാലും നിങ്ങളുടെ പൈസ ഞാൻ ഒരുപാട് മിച്ചപ്പെടുത്തി. അതങ്ങനെ? ഞാൻ ഇതെല്ലാം സെയിലാണ് വാങ്ങിയത്. 50% ഡിസ്കൗണ്ടിൽ വാങ്ങി. അയ്യോ ദൈവമേ, ആരെങ്കിലും ഈ മണ്ടി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ. നീ സെല്ല് വാങ്ങിയാലും ഇല്ലെങ്കിലും അതിന് പണം കൊടുക്കണ്ടേ? അത് സത്യമാണ്. ഗിരിധരലാൽ തന്റെ ഭാര്യയെ ചീത്ത പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ എന്ത് പ്രയോജനം? എന്തായാലും അദ്ദേഹത്തിന് പൈസ ചിലവായി. എന്തായാലും അവസാനം ഗിരിധരലാലിന്റെ ഭാര്യ തന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു പോയിക്കൊണ്ടിരുന്നു. കുറച്ചു നാളത്തേക്കിന് എന്റെ പണം ലാഭിക്കാം. കുറച്ചു ദിവസം വരെ അദ്ദേഹം സന്തോഷത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ പലചരക്ക് പോലും കുറച്ചേ ചിലവായുള്ളൂ. അദ്ദേഹം ദിവസവും പരിപ്പും ചോറുമാണ് കഴിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ പണം ഇങ്ങനെ വേണം കൂട്ടിവെക്കാൻ. രേണുക വീട്ടിലുണ്ടെങ്കിൽ അത് വാങ്ങ്, ഇത് വാങ്ങ്, ആ കായ വാങ്ങ്, പഴം വാങ്ങ് എന്ന് പറഞ്ഞ് അയ്യോ എത്ര പണം ഇങ്ങനെ ചിലവഴിക്കും. ഏകദേശം 1 മാസത്തിന് ശേഷം രേണുക തിരിച്ചു വന്നു. അവളെ കണ്ടതും ഗിരിധരലാലിന്റെ മുഖം വാടിപ്പോയി. ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരൂ കേട്ടോ. 5 കിലോ പഞ്ചസാര, 4 കിലോ പരിപ്പ്, 2 ലിറ്റർ നെയ്യ്, 10 ലിറ്റർ എണ്ണ, ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ ഇപ്പോ? എന്തുകൊണ്ട് വേണ്ട? 2 പേരുണ്ട്. ഇതൊക്കെ ആവശ്യമുള്ള സാധനങ്ങളാ. നീ ഒരു സ്ത്രീയാണോ രാക്ഷസിയാണോ? ഇത്രയും നീ കഴിക്കുമോ? നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷെ ഇതൊക്കെ വാങ്ങിയിട്ട് വന്നേ തീരണം. ഗിരിധരലാൽ രേണുക ചിലവുകൾ കുറയ്ക്കാൻ പറഞ്ഞ് പാവം ഒരുപാട് മനസ്സിലാക്കി കൊടുത്തു. പക്ഷേ രേണുക കേട്ടേയില്ല. അവൾക്ക് അദ്ദേഹത്തിന്റെ പിശുക്കിനെ കുറിച്ച് നന്നായി അറിയാം. പിന്നെ ഒരു ദിവസം രേണുകയ്ക്ക് സുഖമില്ലാതായി. അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. കൺഗ്രാറ്റുലേഷൻസ്, നിങ്ങളുടെ വീട്ടിലേക്ക് പുതിയ അതിഥി വരുന്നു. അയ്യോ, പുതിയ ഗസ്റ്റുകളൊന്നും വേണ്ട. ഞാൻ എന്താ പറയുന്നെങ്കിൽ നിങ്ങളുടെ ഭാര്യ പ്രഗ്നന്റ് ആണ്. നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു ചെറിയ കുഞ്ഞ് വരാൻ പോകുന്നു. അത് കേട്ട് ഗിരിധരലാൽ സന്തോഷിച്ചു. പക്ഷെ പെട്ടെന്ന് അദ്ദേഹം പൈസയെക്കുറിച്ച് ചിന്തിച്ചു. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ചിലവുകളെല്ലാം കൂടുമല്ലോ. ഭക്ഷണം, വസ്ത്രങ്ങൾ, പിന്നെ വിദ്യാഭ്യാസം. അയ്യോ ദൈവമേ. അതുകൊണ്ട് ഗിരിധരലാൽ വളരെയധികം വിഷമിച്ചു. അത് കണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് മനസ്സിലായി. നിങ്ങൾ ഇപ്പോഴും പൈസയെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടല്ലേ? അതെ, പിന്നെ ചിന്തിക്കാതെ. എന്റെ പണമല്ലേ ചിലവഴിക്കാൻ പോകുന്നത്. പോയാ എന്ത് സംഭവിക്കും? കുഞ്ഞ് നിങ്ങളുടേതല്ലേ? അയ്യോ, അത് തന്നെയാണ് പ്രശ്നവും. കുഞ്ഞിന്റെ പ്രസവത്തിന് ഒരു ചിലവ്,
അതിൻ്റെ ഭക്ഷണത്തിൻ്റെ ചിലവ്, വസ്ത്രത്തിൻ്റെ ചിലവ്, പിന്നെ പഠിപ്പിക്കാനുള്ള ചിലവ്. അയ്യോ, നിങ്ങൾ എന്തിനെങ്ങനെ ചിന്തിക്കുന്നേ? കുഞ്ഞുണ്ടായാൽ നിങ്ങൾ എല്ലാവർക്കും വിരുന്ന് വെക്കണം. അത് മറന്നോ? എന്താ? രേണുക ഗിർധാരിലാലിന് ഒരു പുതിയ പ്രശ്നം കൊടുത്തു. അന്ന് മുതൽ വിരുന്നിന് പൈസ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഗിർധാരിലാൽ ഒരുപാട് ആലോചിച്ചു കൊണ്ടേയിരുന്നു. അത് കുറച്ചാണെങ്കിലും ഒരു 30-40 പേർ ഇവിടേക്ക് വരും. എല്ലാവർക്കും വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കണമല്ലോ. അയ്യോ, എൻ്റെ കഥ തീർന്നു. ഇത് തടയാനൊരു മാർഗം ഞാൻ ചിന്തിച്ചേ പറ്റൂ. മറ്റൊരു ഭാഗത്ത് രേണുകയുടെ ഡെലിവറി സമയം അടുത്തുകൊണ്ടിരുന്നു. അവിടെ ഗിർധാരിലാൽ വിഷമിച്ചു കൊണ്ടേയിരുന്നു. എന്ത് ചെയ്യും? അവസാനം ഗിർധാരിലാലിന് ഒരു അടിപൊളി ഐഡിയ തോന്നി. പിന്നെ അന്ന് അദ്ദേഹത്തിന്റെ മുഖത്ത് പുഞ്ചിരിയും വന്നു. രേണുക ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. ഗിർധാരിലാൽ ഒരുപാട് സന്തോഷിച്ചു. എൻ്റെ രാജകുമാരാ, നിനക്ക് എത്ര പേര് വേണോ അത്രയും പേരോട് വരാൻ പറയേ. എന്തു പറ്റി? സൂര്യൻ വേറെ ഏതെങ്കിലും ഭാഗത്ത് ഉദിച്ചോ? അയ്യോ, അതൊന്നും എനിക്കറിയില്ല. ഇന്ന് എനിക്ക് ഒരു മകൻ ജനിച്ചിരിക്കുകയാണ്. ആഹാ. ആ സന്തോഷത്തിൽ രേണുക അവൾക്കറിയുന്ന ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിളിച്ചു. അവൾ അവരെ ഒരുപാട് ദിവസമായി വിളിക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ ഗിർധാരിലാലിന്റെ പിശുക്കുകൊണ്ട് അവൾക്ക് ഇത്ര ദിവസം സാധിച്ചില്ല. വിരുന്നിന് അന്ന് രാത്രി ഗിർധാരിലാലിന്റെ വീട്ടിലേക്ക് ഒരുപാട് പേർ വന്നിരുന്നു. ഗിർധാരിലാൽ അവന്റെ വേലക്കാരനെ വിളിച്ചു. ഹേ ശംഭു, എല്ലാ വിരുന്നാളികൾക്കും ഭക്ഷണം കൊടുക്കൂ. ശംഭു ഓരോ വിരുന്നുകാർക്ക് മുന്നിലും ഒരു പ്ലേറ്റ് വെച്ചു. അതിൽ 2 ലഡ്ഡു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വെറും 2 ലഡ്ഡു കണ്ട് എല്ലാവരും ഷോക്കായി. എന്താ ഇത്? വെറും 2 ലഡുവേ ഉള്ളൂ. അയ്യോ, നിങ്ങൾ ഇങ്ങനെ ഒരു പിശുക്കനായാൽ എങ്ങനെയാ? അയ്യോ, വിളിച്ചു വരുത്തിയതിന് ഒരു സാധാരണ ഭക്ഷണമെങ്കിലും തരണ്ടേ? എല്ലാവരും അവിടെ നിന്ന് പോകാൻ ശ്രമിച്ചു. അപ്പോൾ അയ്യോ, നിൽക്കൂ. ഇത് നിങ്ങളെ അപമാനിക്കാൻ വേണ്ടിയല്ല. ഇത് ഒരു കളിയാണ്. നിങ്ങളുടെ മുൻപിൽ 2 ലഡു ഉണ്ട്. അത് നിങ്ങൾ കഴിച്ചതും വീണ്ടും 2 ലഡു എക്സ്ട്രാ തരും. പിന്നെയും 2 തരും. ഇങ്ങനെ കഴിച്ച് ഒരുപാട് ലഡു കഴിക്കാം. അത് മാത്രമല്ല, ഓരോ ലഡു കഴിക്കുന്നതിനും നിങ്ങൾക്ക് 10 രൂപ കിട്ടും. എന്താ പറഞ്ഞത്? 10 രൂപയോ? അരെ വാ 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 വാ. എന്നാൽ ഈ ലഡു കൈകൊണ്ട് തൊടാതെ വായിലും പ്ലേറ്റിലും ടച്ച് ആകാതെ നിങ്ങൾ കഴിക്കണം. എന്താ? അങ്ങനെ ആർക്കെങ്കിലും കഴിക്കാൻ പറ്റുമോ? ഉറപ്പായിട്ടും ഈ പിശുക്കൻ നമ്മളെ കഴിക്കാനേ വിടില്ല. അതെ, ഇയാൾ എന്തോ പ്ലാൻ ചെയ്യുകയാണ്. കഴിക്കാനിരുന്ന എല്ലാരും തന്നെ ഗിർധാരിലാലിന്റെ പിശുക്ക് നന്നായി മനസ്സിലാക്കി. ആ വിരുന്നുകാരിൽ ഗണേഷ് എന്നൊരു ബുദ്ധിശാലി പയ്യനും ഉണ്ടായിരുന്നു. ഗണേഷിനൊരു ഐഡിയ തോന്നി. അവൻ നാടിന്റെ മേധാവിയുടെ അടുത്ത് ചെന്ന് അവന്റെ ഐഡിയ പങ്കുവച്ചു. ഇത് നല്ല ഒരു ഐഡിയയാണ്. പിന്നെ ഗണേഷ് അവിടെ വന്ന എല്ലാ വിരുന്നുകാരോടും അവന്റെ ഐഡിയ പങ്കുവച്ചു. അത് കേട്ട് എല്ലാവരും സന്തോഷിച്ചു. പക്ഷേ ഗിർധാരിലാൽ മാത്രം അവിടെ നടക്കുന്ന കാര്യങ്ങൾ കണ്ട് ഒന്നും മനസ്സിലാവാതെ നിന്നു. ഇവർ എങ്ങനെ തന്നെ ചിന്തിച്ചാൽ പോലും ഇവർക്കത് അങ്ങനെ കഴിക്കാനേ പറ്റില്ല. എൻ്റെ ലഡു അങ്ങനെ തന്നെ അവിടെ ഇരിക്കും. പക്ഷെ അവിടെ നടന്നത് ഗിർധാരിലാൽ വിചാരിച്ചതിനെതിരെയാണ്. എന്തെന്നാൽ അവരെല്ലാവരും അവരുടെ ലഡു അവർക്ക് അടുത്തുള്ളവർക്ക് വാരിക്കൊടുത്തുകൊണ്ടിരുന്നു. അയ്യോ, എന്താ ഇത്? എല്ലാവരും ലഡു കഴിച്ചുകൊണ്ടിരുന്നു. ഗിർധാരിലാലിന്റെ വേലക്കാരൻ അവരെല്ലാവർക്കും ലഡു കൊടുത്തുകൊണ്ടേയിരുന്നു. ഞാൻ 10 ലഡു കഴിച്ചു. 100 രൂപ കൊണ്ടുവാ. ആര്യ, ഞാൻ 20 ലഡു കഴിച്ചിട്ടുണ്ട്. ഇത് കൊള്ളാമല്ലോ. ഭക്ഷണവും തരുന്നു, പണവും തരുന്നു. ഈ കളി ദിവസവും വെക്കൂ. പണവും വാങ്ങിയിട്ട് പോകൂ. അങ്ങനെ അവിടെ വന്നവർക്കെല്ലാവർക്കും ഗിർധാരിലാൽ പൈസ കൊടുക്കേണ്ടി വന്നു. തന്റെ പോക്കറ്റ് കാലിയായത് കണ്ട് അയ്യോ, ഞാൻ എനിക്കിട്ട് തന്നെ കൂടോത്രം വെച്ചതുപോലെ ആയല്ലോ. ഒരുപക്ഷെ ഞാൻ നല്ല ഭക്ഷണം കൊടുത്തിരുന്നെങ്കിൽ പോലും എൻ്റെ ചിലവെങ്കിലും കുറഞ്ഞു കിട്ടിയിരിക്കുമായിരുന്നു. ഇതുകൊണ്ട് നിങ്ങളുടെ പിശുക്ക് നല്ലതല്ലെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തന്നത്. പക്ഷെ നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കണ്ടേ? ഇപ്പൊ ഗിർധാരിലാൽ തന്റെ തല പിടിച്ച് ഇരുന്നു കൊണ്ടിരുന്നു. പാവം ഇതല്ലാതെ വേറെ എന്ത് ചെയ്യും? എന്തെന്നാൽ എല്ലാ വിരുന്നുകാർക്കും പൈസ കൊടുക്കേണ്ടിയിരുന്നു.